വർഷനോടൊതിയെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസമല്ലായിരിക്കാൻ ഈ നല്ല പകൽക്കാലവും സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല സാവകാശങ്ങളെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഉപവാസത്തിൻ്റെ 17ാമത് പകൽക്കാല ദിവസമല്ലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ സെക്ഷനിലൊക്കെയും കർത്താവ് നമ്മെ അനുഗ്രഹിച്ച ബലപ്പെടുത്തിയ മാറ്റമില്ലാത്ത ദൈവശബ്ദം കേൾപ്പിച്ച ദൈവകൃപയെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്തൃപാദപടത്തിലായിരിക്കുന്ന കർത്താവിൽ ബഹുമാനിത ദാസമാ ദിവസമല്ലായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവത്തിന് കർത്താവായ യേശുക്രിസ്തു നാമത്തിൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വിശേഷാൽ ഈ പകൽക്കാലത്തെ രാത്രികാലത്തെ ശുശ്രൂഷയ്ക്കായി ദൈവസ്വരക്ഷണം സ്വീകരിച്ച് നമ്മുടെ മതിയായിരിക്കുന്ന കർത്താവിൽ ബഹുമാനിത ദാസം പാഷ സന്തോഷ് ജോൺ ആയുരവറുകളെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്തൃത്വത്തിനെ ദൈവസഭയ്ക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സ്വതം പലവട്ടം നമ്മുടെ സഭകളിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട സൃഷ്ടിക്കുവാൻ ഇന്നലകളിൽ കർത്തൃദാസനെ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മതിയായിരിക്കുന്ന കർത്താവിൻ്റെ വലിയ ദാസന് ദൈവസഭയുടെ വലിയ വ്യക്തിപരമുള്ള സ്വാഗതവും വന്ദനവും അറിയിക്കുന്ന വിശേഷാൽ കർത്തൃദാസൻ ശരീരത്തിൽ ഒത്തിരിയും ബലഹീനതയിൽ പനിയാലൊക്കെ ഭാരപ്പെട്ടിരിക്കുകയാണ്. സ്വതം പ്രാർത്ഥനയുടെ കരങ്ങളിൽ കർത്തൃദാസനെ വഹിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ബലപ്പെടുത്തും. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. പൗലോസിനോട് പറഞ്ഞൊരു വാക്ക്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനത തികഞ്ഞു വരും. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. വളരെ പ്രാർത്ഥന ദിവസത്തിലായിരിക്കാം കർത്തൃത്വത്തിനെ സൃഷ്ടിക്കാൻ ശ്രമിക്കും. കർത്താവിൻ്റെ ധന്യമായ നാമം ഇന്ന് രാവിലെ നമ്മുടെ മധ്യത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ കുടുംബം, മറ്റ് കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, വാത്സല്യ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ ഇന്ന് രാവിലെ സന്തോഷത്തോടെ അറിയിക്കുന്നു. ഒന്ന് വിളിക്കാം. ഇന്നത്തെ മീറ്റിങ്ങിൽ വരാൻ പറ്റുകയില്ല എന്നൊക്കെ ഒന്ന് പറയാം എന്നൊക്കെ ഞാൻ ചിന്തിച്ച് 2 മണിക്കൊന്നും ഞാൻ വിശ്രമിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ പറഞ്ഞു, രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കൊരു അല്പം ബലം നിനക്ക് തരും, നീ പോകണം എന്നെൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണയുണ്ടായി. രാവിലെ എഴുന്നേറ്റ് കർത്താവിൻ്റെ ദാസൻ എന്നെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, വേണ്ട വിധത്തിൽ സൗഖ്യമില്ല, എങ്കിലും ഞാൻ വരണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇന്ന് രാവിലെ ഞാൻ കടന്നു വന്നത്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഇന്ന് രാവിലെ ഞാൻ സന്തോഷത്തോടെ ആവശ്യപ്പെടുകയാണ്. ഞാൻ മരുന്ന് ഉപയോഗിക്കുന്ന ഒരു ദൈവദാസനല്ല. 29 വർഷമായി രോഗസൗഖ്യം എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ഒരു വലിയ പിൻബലം ഇന്ന് രാവിലെ എനിക്ക് ഒരു പ്രാവശ്യം കൂടെ വേണം എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് ചോദിക്കുകയാണ്. കർത്താവിദാസൻ സജിപ്പാസ് അല്ലേ? ഇടയ്ക്ക് നമ്മുടെ കുറ്റിച്ചല അമ്മച്ചിയുടെ മരണത്തിൽ ആ പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ പരിചയപ്പെടുവാൻ സഹായിച്ചു. അധികം മുഖവുര കൂടാതെ ദൈവം എന്നെ ഏൽപ്പിച്ച ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ ആഗ്രഹിച്ച ഒരു വേദഭാഗം, ഉൽപ്പത്തി പുസ്തകത്തിൽ ഉള്ള ഒരു വേദഭാഗത്തോട് ബന്ധപ്പെട്ട് ഇടപെടണം എന്നാണ് എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹിച്ചത്. ഞാനും ചില 1-2 ആഴ്ചകൾക്ക് മുമ്പ് നീണ്ട ചില ദിവസങ്ങൾ കർത്താവിൻ്റെ പാദപീഠത്തിലായിരുന്നു. ആ സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി തന്ന ചില ശക്തമായ ദൈവവചന ഭാഗങ്ങളുണ്ട്. അതിലേക്ക് പോകണം എന്നെൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ എന്നെ നിർബന്ധിക്കുന്ന 1-2 വേദഭാഗങ്ങളിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ശ്രദ്ധ തിരിപ്പാൻ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ആ വേദവാക്യം ഇവിടെ വായിച്ചു. എങ്കിലും ആ വേദവാക്യങ്ങളുടെ ആഴങ്ങളിലേക്കൊന്നും പോകാൻ ഇടയായി തീർന്നിട്ടില്ല. പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ നൽകുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് തൊടുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. അതിന് ആധാരമായി രാജാക്കന്മാർക്ക് എഴുതിയ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒരു നിമിഷം ഒന്ന് ഓടിക്കൊണ്ടുവരാം. രാജാക്കന്മാർക്ക് എഴുതിയ 2-ാമത്തെ പുസ്തകം 8-ാമത്തെ അധ്യായം 6-ാമത് വാക്യം
ഒന്ന് ആരെങ്കിലും ഒരാളെ ശബ്ദം ഉയർത്തി വായിക്കണം. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഈ നല്ല പകൽവേളയ്ക്കായി ഹൃദയംഗമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് തന്ന നല്ല വിശ്രമത്തിനായി സ്തോത്രം. ഒരു പുതിയ ദിവസം കൂടെ കാണുവാൻ ദൈവം ഞങ്ങളോട് കരുണ കാണിച്ചു. ഇന്ന് രാവിലെ ഞങ്ങളിവിടെ വന്നത് ഞങ്ങളെ വെളിപ്പെടുത്തുവാനല്ല, ഞങ്ങളെ വിടുവിച്ച യേശുവിൻ്റെ നാമത്തെ ഉയർത്താനാണല്ലോ. ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകളുടെ ഉറവിടം അങ്ങാണ്. എന്ന് ഞങ്ങൾ ഈ നാമത്തെ പിൻപറ്റിയോ അന്നു മുതൽ ലഭിച്ച നന്മയല്ലാതെ ഞങ്ങൾക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല കർത്താവേ. ഈ നാമം ഞങ്ങളെ ഉയർത്തി, ഈ നാമം ഞങ്ങളെ മാനിച്ചു, ഈ നാമം ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന അവിടുത്തെ കരുണയ്ക്കും ദയക്കുമായി നന്ദിയോടെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ഭക്തനായി കുടുംബത്തിനായി മറ്റ് വിലപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാർ, കുടുംബങ്ങൾ, ആമീൻ, വാത്സല്യ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, യൗവനക്കാർ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആമീൻ. ശാരീരികമായി ഒരല്പം ബലഹീനത എളിയവനുണ്ടെങ്കിലും ആമീൻ ദൈവമേ, ഹൃദയംഗമായി സന്തോഷത്തോടെ അങ്ങയുടെ പാദപീഠത്തിൽ വചനവുമായി നിൽപ്പാൻ ദൈവം കൃപ ചെയ്യുന്നതിനായി സ്തുതിക്കുന്നു. മനസ്സിൻ്റെ ആ താല്പര്യത്തെ ദൈവം ആദരിച്ച് ഇന്ന് രാവിലെ ഒരു പുതിയ ശക്തി എളിയവൻ്റെ മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ ആത്മാർത്ഥത കാണിച്ച് ആമീൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് എളിയവന് വരുവാൻ ദൈവം കൃപ ചെയ്തെങ്കിൽ ഇന്ന് രാവിലെ ശുശ്രൂഷിപ്പാനും ഒരു പുതിയ ശക്തി എളിയവൻ്റെ മേൽ പകരണമേ എന്നവിടെ ആമീൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. അടിയൻ വിട്ടേച്ച് പോകുന്ന ദൈവത്തിൻ്റെ സഭ, നിന്റെ ദാസി കുഞ്ഞുങ്ങൾ എല്ലാവരും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. ഈ ദേശത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു വാണരുളുന്ന എല്ലാ അന്ധകാര വ്യാപാര ശക്തികളുടെ മേലും യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാവിലെ ഞങ്ങൾ ഒരുമിച്ച് അതിന്മേൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ജഡത്തിന്റെ ശക്തികളും, എല്ലാ മാനുഷിക ശക്തികളും, എല്ലാ പൈശാചിക വ്യാപാരങ്ങളും ദൈവവചനം ഗ്രഹിപ്പാൻ കഴിയാതെ, അത് ഏറ്റെടുപ്പാൻ കഴിയാതെ, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറക്കുവാൻ കഴിയാതെ മന്ദത വരുത്തുന്ന വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ച് അതിന്മേൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. മഹത്വം മുഴുവനും കർത്താവ് തന്നെ എടുക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഇന്ന് രാവിലെ ഒരുമിച്ചായിരിക്കാം. നമ്മൾ വായിച്ച വേദഭാഗം രാജാക്കന്മാർക്കെഴുതിയ 2-ാമത്തെ പുസ്തകം 8-ാം അധ്യായം 6-ാമത്തെ വാക്യമാണ് വായിച്ചത്. ആ വാക്യത്തിനകത്ത് കാണുന്ന ആമീൻ വിഷയങ്ങൾ ഇതാണ്. ഒരു രാജാവ് ആമീൻ സ്ത്രീയോട് ചോദിക്കുന്നു. ആ സ്ത്രീ രാജാവിനോട് ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നു. രാജാവ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നു. ആമീൻ അവരുടെ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഒരു വാക്യത്തിനകത്ത് കാണാനായിട്ട് കഴിയുന്നത്. ഈ രാജാവ് ആരാണ്? സ്ത്രീ ആരാണ്? സ്ത്രീ രാജാവിനോട് പറഞ്ഞതെന്താണ്? രാജാവ് സ്ത്രീയോട് ചോദിച്ചതെന്താണ്? ആമീൻ ഏതൊക്കെ വിഷയങ്ങളുടെ മേൽ ഒരു ക്രമീകരണമാണ് രാജാവ് ആമീൻ സ്ത്രീക്ക് വേണ്ടി കൽപ്പിച്ചത് എന്നുള്ളതാണ് നാം ഒരല്പനിമിഷം ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ വായിച്ച ആ വേദവാക്യത്തിൻ്റെ പശ്ചാത്തലം ആരംഭിക്കുന്നത് 4-ാം അധ്യായമാണ്. 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യമാണ് നാം ഈ വായിച്ച വാക്യത്തിൻ്റെ പശ്ചാത്തലം, ആരംഭം അവിടെയാണ് വായിക്കുന്നത്. ആ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചു തുടങ്ങിയാട്ട്. മതി, നിർത്തിയാട്ടെ. ഇനി ഞാൻ വചനത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോടെ ആയിരിക്കും. 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ച കുറിവാക്യത്തിൻ്റെ പശ്ചാത്തലമായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. അവിടെ നാം വായിക്കുന്ന വേദഭാഗം ദൈവത്തിൻ്റെ ദാസനാകുന്ന എലീശ പ്രവാചകനെ ഒരു പ്രത്യേക നിയോഗത്തോടെ ശൂനേം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പരിശുദ്ധാത്മാവ് അവനെ അയക്കുന്ന ഒരു രംഗം നമുക്കവിടെ മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം നിങ്ങൾ,
നാം എലീശയെ കുറിച്ച് അവിടെ മനസ്സിലാക്കി വരുമ്പോൾ 4-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം മുതൽ നമ്മൾ വായിച്ചു വന്നാൽ എലീശയെ ദൈവം ശക്തമായി ഇരട്ടി ശക്തിയോടെ ദൈവം ഉപയോഗിക്കുന്ന ഒരു പശ്ചാത്തലം നമുക്കവിടെ മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട്. 4-ാം അധ്യായം മുതൽ അവിടെ തുടങ്ങുകയാണ്. എലീശയെ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ഒരു മണ്ഡലം നമുക്കവിടെ വായിപ്പാൻ കഴിയുകയാണ്. എലീശയെ അങ്ങനെ ശക്തമായി ദൈവം ഉപയോഗിക്കാൻ കാരണം എലീശ അതിന് ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുത്ത ചില വിലകളുണ്ട്. ഇന്ന് രാവിലെയും എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആര് വില കൊടുക്കാൻ തയ്യാറാണോ, വില കൊടുക്കുന്നവരെ ഉപയോഗിപ്പാൻ ദൈവം ശക്തരാ. വില കൊടുത്തവരെ എല്ലാം ദൈവം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുടുംബമാണെങ്കിലും അത് സഭയാണെങ്കിലും അത് വ്യക്തിയാണെങ്കിലും വില കൊടുക്കാൻ തയ്യാറായാൽ വില കൊടുക്കുന്നവരെ ആര് തടഞ്ഞാലും തടയാൻ പറ്റത്തില്ല. വില കൊടുക്കുന്നവരെ പുറത്തു കൊണ്ടുവന്ന് എന്റെ ദൈവം മാനിക്കുമെന്ന് ഇന്ന് രാവിലെ ഞാൻ പ്രാരംഭ നിമിഷം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ വില കൊടുക്കുന്ന ദൈവദാസന്മാരെ, വില കൊടുക്കുന്ന കുടുംബമേ, വില കൊടുക്കുന്ന വ്യക്തിയെ നിന്നെ ഉപയോഗിപ്പാൻ, നിന്റെ തലമുറയെ മാനിപ്പാൻ, നിന്റെ കുടുംബത്തെ ആദരിപ്പാൻ എന്റെ ദൈവം ശക്തനാണെന്ന് ദൈവാത്മാവ് എടുത്തു പറയുകയാണ്. ഉപവാസം എന്ന് പറയുന്നത് വില കൊടുക്കുകയാണ്. രാത്രിയുടെ യാമങ്ങളിൽ അവൻ ഉറക്കം മാറ്റിവെച്ച് ദൈവത്തിന് ഇടിവിൽ നിൽക്കുന്നത് വില കൊടുക്കുകയാണ്. ജോലി ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വേലക്കിറങ്ങിയത് നീ വില കൊടുത്തതാണ്. മറ്റെല്ലാം വേണ്ട എന്ന് വെച്ച് ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് നീ വില കൊടുത്തതാണ്. വില കൊടുത്തവരെ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവം ശക്തനാ. എലീശ വില കൊടുത്തത് എങ്ങനാ? മോനെ ശബ്ദം കുറയ്ക്കല്ലേ കേട്ടോ, എനിക്ക് വയ്യാത്തത് കൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചാണ്. എലീശ വില കൊടുത്തത് എവിടെ മുതലാ? ശ്രദ്ധിക്കണം. ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം. ചിലർ പറയാറുണ്ട് ഇന്നാരെ ദൈവം മാനിച്ചു, ഇന്ന കുടുംബത്തെ ദൈവം ആദരിച്ചു, ഇന്ന ദൈവദാസനെ ഇന്നടത്ത് ദൈവം അയച്ചു, ഇന്നാര് വീട് പണിതു, ഇന്നാര് കാറ് വാങ്ങിച്ചു, ഇന്നാരെ ഈ നിലകളിലൊക്കെ ദൈവം മാനിച്ചു. സ്തോത്രം. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അവർ വില കൊടുത്തത് അവർക്കും ദൈവത്തിനെ അറിയൂ. അവരെ മാനിച്ചെങ്കിൽ നിന്നെയും മാനിപ്പാൻ ദൈവ ശക്തന്. പക്ഷെ വില കൊടുക്കാൻ തയ്യാറാകണം. ഞാൻ ദൈവസനെ വില കൊടുത്തത് വേറെ ആർക്കും അറിയത്തില്ല, എനിക്കും ദൈവത്തിനും അറിയാവൂ. അതുകൊണ്ട് ആര് നിനക്കതിനെ എന്നാ പറഞ്ഞാലും നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. നീ വില കൊടുത്ത വ്യക്തിയാണോ ദൈവം നിന്നെ മാനിപ്പാൻ ശക്തനാ. എലീശ വില കൊടുത്തത് എവിടാന്നറിയാമോ? 1 രാജാക്കന്മാർക്ക് എഴുതിയ പുസ്തകം 19-ാം അധ്യായം 19-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിച്ചു വന്നാൽ അവിടം മുതലാണ് എലീശ വില കൊടുക്കുന്ന ചരിത്രം. അവിടം മുതലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വേഗത്തിൽ 1-2 കാര്യം പറഞ്ഞ് ഈ വചനത്തോട് നീതി പുലർത്തി ഞാൻ കയറി വരുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിന്റെ ദാസനാകുന്ന ഏലിയാവിനെ ദൈവം വീണ്ടും ശക്തിപ്പെടുത്തി മുൻപോട്ട് നടത്തുന്ന ഒരു രംഗം 19-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ശുശ്രൂഷകളെല്ലാം ആമി താത്തുവെച്ച് ഇനിയും ശുശ്രൂഷയ്ക്ക് മുൻപോട്ടില്ലെന്ന് പറഞ്ഞ് ഇസബേലിന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ സകലതും ആമി മടക്കി കെട്ടി ഇനിയും മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് മുൻപോട്ട് നീങ്ങിയ ഏലിയാവിനെ ദൈവം വെറുതെ വിട്ടില്ല. ദൈവം അവനെ ദൈവത്തിന്റെ ദൂതനെ അയച്ച് ആമി സ്തോത്രം ഇടപെട്ട് അവനെ പുറത്തു വരുന്ന രംഗങ്ങൾ നമുക്ക് ആ അധ്യായത്തിൽ മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്.
19-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം ഇങ്ങനെ പറയുന്നത്, ഏലിയാവ് ചെയ്തതൊക്കെ ആഹാബ് ചെന്ന് ഇസബേലിനോട് പറഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ ഒരു കാര്യം പറയാം, വല്ലോ ചെയ്യുന്നവനോട് വെല്ലുവിളി. പ്രൈസ് ദി ലോർഡ്. വെറുതെ ഇരിക്കുന്നവനോട് വെല്ലുവിളിയില്ല. വല്ലോ ചെയ്യാൻ നീ തയ്യാറാണോ, അവനോടൊരു വെല്ലുവിളിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. വെറുതെ കിടന്നുറങ്ങുന്നവരോട് വെല്ലുവിളിയില്ല, ഉപവസിക്കുന്നവരോട് വെല്ലുവിളിയുണ്ട്. ദൈവത്തിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നവരോട് വെല്ലുവിളിയുണ്ട്. പക്ഷെ വെല്ലുവിളി ഉണ്ടെന്ന് പറഞ്ഞ് നിനക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. വെല്ലുവിളി ഒരു വശത്ത് കിടക്കട്ടെ. നിന്നെ ഏൽപ്പിച്ചത് ചെയ്യുവാൻ നീ തയ്യാറെടുക്കുമെങ്കിൽ നിന്നെ ശക്തിപ്പെടുത്തുവാൻ ദൈവ ശക്തനാ. ഞാൻ മടങ്ങി വരാം. ആമീൻ. അവിടെ പറയുന്നത്, ഏലിയാവ് ചെയ്തതൊക്കെ, സകല പ്രവാചകന്മാരെ കൊന്ന വിഷയം ഇസബേൽ അറിഞ്ഞു. ഇസബേൽ ദൂതനെ അയച്ചിട്ട് പറഞ്ഞു, നാളെ ഈ നേരത്ത് അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ നിന്റെ ജീവനെയും ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ. അവന്റെ പ്രാണനെതിരെ ശത്രു വെല്ലുവിളിച്ചു. നേരവും കാലവും സമയമൊക്കെ പറഞ്ഞ് എന്ന് അങ്ങനെ അവിടെ പറഞ്ഞു വിടുന്നത്. നാളെ ഈ നേരത്ത്, ഇന്ന് രാവിലെ പുറകോട്ടൊന്ന് ഇറങ്ങി ചിന്തിച്ചേ, ശത്രു പലപ്പോഴും നിന്റെ പ്രാണനെതിരെ നേരെ കുറിച്ച സമയങ്ങളില്ലായിരുന്നു, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ? സ്തോത്രം. അന്നത് നടന്നില്ലെങ്കിൽ ഇന്നും നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അന്ന് നിന്നെ ഒതുക്കാൻ നോക്കിയതാണ്, അത് നടന്നില്ലെങ്കിൽ നീ ഭാരപ്പെടണ്ട. അന്ന് നടന്നില്ലെങ്കിൽ ഇന്നും നടക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ മടങ്ങി വരികയാണ്. അവൻ നേരവും കാലവും ഒക്കെ പറഞ്ഞ് സ്തോത്രം അവന്റെ അടുക്കലേക്ക് ദൂതനെ അയച്ചു. ഇസബേല് ദൂതനെ അയച്ച ആ ദൂതന്റെ വർത്തമാനം കേട്ടപ്പോൾ സാധാരണ ഒരുമാതിരിപ്പെട്ട വിഷയത്തിനകത്ത് ഭാരപ്പെടാത്ത, ചൂളിപ്പോകാത്ത ഏലിയാവ് ഇസ്രായേലിന്റെ വാക്കിന്റെ മുമ്പിൽ ആകപ്പാടെ പേടിച്ചുപോയി, പതറിപ്പോയി. നിരാശ, ഭയം അവന്റെ അകത്തു തട്ടി. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും വിഷയത്തിനകത്ത്, ഏതെങ്കിലും കേൾവിയുടെ പിന്നിൽ ഏതെങ്കിലും നിരാശയോ ഭാരമോ ഭയമോ ആരെങ്കിലും അലട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ അത് മാറിപ്പോകുന്ന മഴക്കാലമാകണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിന്നെ നിരാശപ്പെടുത്തി, ഭയപ്പെടുത്തി, ഒരു മൂല കൊതുക്കി കളയുവാൻ ശത്രു തന്ത്രം വരയുമ്പോൾ ഇന്ന് രാവിലെ അത് പൊളിയുന്ന മഴക്കാലമാകണം. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പ്രാർത്ഥനയിൽ മുന്നേറിയ സ്തോത്രം ശക്തമായ നിലകളിൽ അവൻ വെല്ലുവിളി നടത്തിയ ഏലിയാവിനെ ഒതുക്കിക്കെട്ടുവാൻ പിശാച് പദ്ധതിയിട്ടു. സ്തോത്രം. നീ കേറി വന്ന വ്യക്തിയാ, നീ ആത്മാവിൽ ജാഗരിച്ചു വന്ന വ്യക്തിയാ, നീ വെളിപ്പാട് കണ്ട് കേറി വന്ന വ്യക്തിയാ, നീ ആത്മാവിൽ വിഷയങ്ങളെ മനസ്സിലാക്കി മുൻപോട്ട് കയറിയ വ്യക്തിയാ. ഇടയ്ക്ക് വെച്ച് അതിനൊക്കെ ബ്ലോക്ക് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് രാവിലെ അതിനകത്തതൊക്കെ നീ ഇവിടെ പ്രാപിച്ച് കയറി വരണം. ശക്തമായി ശക്തമായി ദൈവമക്കൾ പ്രാർത്ഥനയോടിരിക്കണം. നീ ആത്മാവിൽ കയറി വന്നതാ, വചന വെളിപ്പാട് നിനക്ക് കിട്ടിക്കൊണ്ടിരുന്നതാ, ദർശനം നിനക്ക് ലഭിച്ചുകൊണ്ടിരുന്നതാ. നീ കയറി വരുമെന്ന് മനസ്സിലാക്കി, നീ പുറത്തു വരുമെന്ന് മനസ്സിലാക്കി, ശത്രുവിന്റെ പദ്ധതി പൊളിക്കുമെന്ന് മനസ്സിലാക്കി, നിന്നെ ഒതുക്കിയ ചില മണ്ഡലങ്ങൾ ഇന്ന് രാവിലെ അഴിയട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. അന്യഭാഷയുടെ ഒഴുക്കിന് തടഞ്ഞ ചില മണ്ഡലങ്ങൾ നിന്റെ ആത്മശക്തിയെ ഇന്ന് രാവിലെ പോട്ടട്ടെ.
കർത്താവേ, ചിലരുടെ മേൽ ദൈവശക്തി വ്യാപരിപ്പിക്കണമേ. പഴയ മണ്ഡലങ്ങളിലേക്ക് തന്നെ കൊണ്ടുവരണമേ. പഴയ ശക്തിയിലേക്ക് തന്നെ തിരിച്ചു വരുത്തണമേ. ശത്രു അപകരിച്ചതെല്ലാം തിരിച്ചു പിടിക്കുന്ന പകൽക്കാലമാക്കി തീർക്കണമേ. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. എവിടെ വെച്ച് ശത്രു ചില പദ്ധതികൾ ഒരുക്കിയോ, ഇന്ന് രാവിലെ അതിന്റെ അടിസ്ഥാന മണ്ഡലങ്ങൾ മുതൽ ഒരു വിടുതൽ വ്യാപരിച്ചു തുടങ്ങട്ടെ. ദൈവശക്തിയാൽ, ദൈവശക്തിയാൽ, തീയുടെ ശക്തിയാൽ, തീയുടെ ശക്തിയാൽ, തീയുടെ ശക്തിയാൽ, രക്തത്താൽ, 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 രക്തത്താൽ. ആത്മനിറവ് വ്യാപരിക്കട്ടെ. നിന്റെ ശരീരത്തിൽ തീയുടെ ശക്തി ഇറങ്ങട്ടെ. നീ ഒരിക്കൽ ആത്മാവിൽ നിറഞ്ഞവല്ലേ. രക്തം, 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 രക്തം. തീ, 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 തീ. തീയുടെ വ്യാപാരം ദൈവശക്തി വ്യാപരിക്കട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ മേൽ ഒരു പ്രത്യേക ശക്തിയായി ആമേൻ ദൈവം നിന്റെ മേൽ പകർന്നിട്ടുണ്ടായിരുന്നു. ഒരു ധൈര്യം പകർന്നിട്ടുണ്ടായിരുന്നു. ഏത് കാര്യത്തിന് സ്റ്റെപ്പ് വെക്കുവാൻ നിനക്കൊരു പ്രത്യേക ശക്തി ഉണ്ടായിരുന്നു. അതൊക്കെ ഇടയ്ക്ക് വെച്ച് കുറഞ്ഞു പോയെങ്കിൽ ഇന്ന് രാവിലെ അതൊക്കെ തിരിച്ചു പിടിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആരുടെ വാക്കാ നിന്നെ ഭയപ്പെടുത്തുന്നേ? ആരുടെ പ്രവൃത്തിയാ നിന്നെ ക്ഷീണിപ്പിക്കുന്നേ? ഏത് വിഷയമാണ് നിന്നെ ഒതുക്കിയത്? സ്തോത്രം. അത് ആത്മാവിൽ നിന്ന് രാവിലെ കണ്ടുപിടിക്കട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശത്രു ആമേൻ ഒതുക്കിയതല്ല മണ്ഡലമാണോ ഇന്ന് രാവിലെ? അത് പൊട്ടട്ടെ ഇന്ന് രാവിലെ. നീ മാനുഷികമായി ആമീൻ സ്തോത്രം ആമീൻ നീങ്ങണ്ട. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കേൾപ്പിക്കപ്പെട്. ദൈവം നിന്നെ വിടുവിപ്പാൻ ശക്തനാ. സ്തോത്രം. ഞാൻ മടങ്ങി വരട്ടെ. ഏലിയാവിനെ ആ വാക്കിന്റെ മുൻപിൽ ഏലിയാവ് ഭയപ്പെട്ടു പോയി. സ്തോത്രം. ചൂരച്ചയുടെ തടവിൽ കിടന്ന് എന്ത് ചെയ്യുക? ഉറങ്ങുകയാ. സ്തോത്രം. എപ്പം നോക്കിയാൽ ഇപ്പോൾ എന്തുവാ? ഉറക്കം. എഴുന്നേറ്റ് കഴിക്കുക. പിന്നെ 24 മണിക്കൂറും പ്രാർത്ഥിക്കാൻ ഇരുന്നാലും ഉറക്കം. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയാൽ അന്നേരം മയക്കം വരും. ഞാനിന്ന് രാവിലെ ഒരു കാര്യം പറയാം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിനക്ക് വല്ലാത്ത മയക്കമടിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. രാത്രി 12 മണി വരെ ഇരുന്ന് വർത്തമാനം പറയുവാൻ നിനക്കൊരു ക്ഷീണമില്ല. സ്തോത്രം. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമൊക്കെ മണിക്കൂറുകൾ പറയാൻ ഒരു ക്ഷീണവുമില്ല. പക്ഷെ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ നിനക്കെന്താ ഇത്ര ക്ഷീണം? സ്തോത്രം, സ്തോത്രം. നീ ഒരിക്കൽ അങ്ങനെ അല്ലായിരുന്നല്ലോ. നീ ഒരിക്കൽ അങ്ങനെ അല്ലായിരുന്നല്ലോ. ശക്തമായി ദൈവാത്മാവത്തോട് പറയുന്നു, ഒരിക്കൽ നീ അങ്ങനെ അല്ലായിരുന്നല്ലോ. എവിടാ നിന്നെ ഒതുക്കിയത്? രാവിലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങുന്നുണ്ട്. നീ ഒന്ന് ഏൽപ്പിക്കപ്പെടാൻ തയ്യാറായാൽ നിന്റെ ശരീരത്തിന്റെ മേൽ ഒരു ദൈവശക്തി വ്യാപരിക്കും. നിന്റെ കൈയുടെ മേൽ ഒരു ദൈവശക്തി വ്യാപരിക്കും. നിന്റെ ബുദ്ധി മണ്ഡലത്തിന്റെ മേൽ ഒരു ദൈവശക്തി വ്യാപരിക്കും. You touch your hand. ദൈവശക്തി വ്യാപരിക്കട്ടെ. സഹോദരന്മാരുടെ ഇരിപ്പിടങ്ങളെ ദൈവശക്തി വ്യാപരിക്കട്ടെ.
ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആ വ്യക്തി കത്തട്ടെ. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ശരീരത്തെ വിട്ടുകൊടുത്ത് ആരാധിക്ക്, നാവിനെ വിട്ടുകൊടുത്ത് ആരാധിക്ക്. പൂട്ടിയിരുന്നാൽ എന്തോ അങ്ങനെ ഇരിക്കും കേട്ടോ. ശരീരത്തെ വിട്ടുകൊടുക്ക്, നാവിനെ വിട്ടുകൊടുക്ക്. ദൈവശക്തി വ്യാപരിക്കട്ടെ. പൈശാചിക ശക്തി അഴിയട്ടെ. രക്തം, രക്തം, രക്തത്തിന്റെ ശക്തിയാൽ ചില കുടിയിരിപ്പിന്റെ ശക്തിയെ അഴിഞ്ഞ് മാറട്ടെ. സ്തോത്രം, 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 സ്തോത്രം. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. കർത്താവേ, ഇന്ന് രാവിലെ ചിലരെ സ്വതന്ത്രമാക്കണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ മടങ്ങി വരികയാണ്. ആമേൻ. ഏലിയാവ് ചൂരച്ചരുടെ തടവിൽ കിടക്കുകയാണ്. ബാല്യക്കാരനെ ഒരിടത്ത് കൊണ്ട് പാർപ്പിച്ചേച്ച് ആമേൻ സ്തോത്രവൻ യാത്ര ചെയ്ത് ചൂരച്ചരുടെ തടവിൽ കിടന്ന് എന്ത് ചെയ്യുക? ഞാൻ ഒരു കാര്യം ചിലപ്പോഴൊക്കെ ആ വാക്യം വായിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്. ഈ മരിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഉറക്കം വരുമോ? സ്തോത്രം. മരിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഉറക്കം വരുമോ? സ്തോത്രം. ചിലപ്പോഴൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിച്ചതിന് ദൈവത്തിന് നന്ദി പറ. ചില രാത്രികളിൽ നിന്റെ ബുദ്ധി അവൻ നിയന്ത്രിച്ചില്ലേ? ചില മാസങ്ങൾ നിന്റെ ആകപ്പാടെ ദൈവം നിയന്ത്രിച്ചില്ലേ? എന്തും ഏതുമാകാമായിരുന്ന മണ്ഡലത്തിൽ നമ്മുടെ ബുദ്ധിയെയും ചിന്തയെയും അറിവിനെയും ഒക്കെ നിയന്ത്രിച്ച് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നമ്മെ തിരിച്ചു വരുത്തിയ ദൈവത്തിന്റെ കരുണയോർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. Praise the Lord. അത് നിന്റെ കഴിവല്ലായിരുന്നു, ദൈവം നിയന്ത്രിച്ചതാ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. മുഴുവനായി തകർത്ത് കളയേണ്ട മണ്ഡലങ്ങൾ ആ പദ്ധതികളിൽ തിരിച്ചുവിട്ട് നിന്റെ റൂട്ട് തിരിച്ചുവിട്ട് ദൈവത്തിന്റെ വിടുതലിന്റെ കരത്തിനായി. Yes, 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 yes. Rigabalagala, Judabala Baushaba. Rigamaragala, Judabala Baushaba. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. Praise the Lord. നമ്മൾ കരുതിയതിനേക്കാൾ ദൈവം കരുതി സഹോദരങ്ങളെ. നമ്മൾ ചിന്തിച്ചതിനേക്കാൾ ദൈവം നമ്മളെ കുറിച്ച് ചിന്തിച്ചു. അതിന് ദൈവത്തിന് നന്ദി പറ. നാം ചിന്തിച്ചാൽ എത്രത്തോളം ചിന്തിക്കാന്, നാം കരുതിയാൽ എത്രത്തോളം കരുതാന്. നിന്റെ കരുതലിനെ അബലമാക്കി, നമ്മുടെ ചിന്തകളെ അബലമാക്കി ദൈവത്തിന്റെ ചിന്ത നമ്മുടെ മേൽ വെളിപ്പെടുത്തിയതോർത്ത് ദൈവത്തിന് നന്ദി പറയണം. Praise the Lord. ഹല്ലേലൂയ. മടങ്ങി വരട്ടെ. ആമേൻ. ഇവനിപ്പോൾ എന്ത് ചെയ്തറിയാമോ? ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് എന്ത് ചെയ്യുക? ഉറങ്ങുകയാ. ദൈവത്തിന്റെ ദൂതൻ വന്ന് എന്ത് ചെയ്തു? തട്ടി. തട്ട് കിട്ടിയാലും തന്നെ എന്ത് ചെയ്തില്ല? എത്രയോ പ്രാവശ്യം തട്ട് കിട്ടിയതാ. ഉണർന്നോ? സ്തോത്രം. ചിലർ അടിയും കൊണ്ട് പുളിയും കുടിച്ച് എന്നാലേ എന്ത് ചെയ്യൂ? സ്തോത്രം. ഈ ചിലർ ഉണരണമെങ്കിൽ ചില തട്ട് കിട്ടിയെങ്കിലേ എന്ത് ചെയ്യൂ? നിന്നെ എങ്ങനെ ഉണർത്തണമെന്ന് ദൈവത്തിനറിയാം. എവിടെ തൊടണമെന്ന് ദൈവത്തിനറിയാം. എങ്ങനെ തൊടണമെന്ന് ദൈവത്തിനറിയാം. എവിടെ ആരംഭിക്കണമെന്ന് ദൈവത്തിനറിയാം. Praise the Lord. മടങ്ങി വരട്ടെ. ഞാൻ ദൈവത്തിന്റെ ദൂതനെ എന്ത് ചെയ്തു?
വിട്ട് തട്ടി. അടുത്ത വാക്ക് ഒന്ന് വായിച്ചാട്ടെ. കടലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും. ഉണ്ടോ? തിന്നാനും കുടിക്കാനും ഉണ്ട്, പിന്നെന്തോ ഉറങ്ങുന്നതിനും കുഴപ്പം. അതാ പലപ്പോഴും കുഴപ്പം. അതാ സ്തോത്രം. ഇപ്പം തിന്നാനും കുടിക്കാനും ഒക്കെ ഉണ്ട്. പണ്ട് അങ്ങനല്ലല്ലോ, പണ്ട് ബുദ്ധിമുട്ടാ. സ്തോത്രം. 500-ന്റെ 1000-ന്റെ ഒക്കെ താഴെ പോക്കറ്റ് വന്നുകൊണ്ട് ഇപ്പൊ പ്രാർത്ഥിച്ചില്ലേലും കാര്യം നടക്കും. പക്ഷെ ദൈവം നമ്മളെ ചവിട്ടി പിടിക്കും ഒരിപ്പം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മാനുഷികമായ കഴിവുകൾ കൊണ്ട്, ബുദ്ധി കൊണ്ട് കാര്യം നടക്കുമെന്ന് ചിന്തിക്കരുത്. ദൈവത്തിൽ ശരണപ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതൻ വന്ന് എന്ത് ചെയ്തു? തട്ടി. ഉണർന്നു നോക്കിയപ്പോൾ സ്തോത്രം, കനലിന്മേൽ ചുട്ട അടയും വെള്ളവും. അത് തിന്നു കുടിച്ചേച്ച് വീണ്ടും ചിറക്കുറക്കവേ ഉള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആ മയക്കം ഇന്ന് രാവിലെ ഒന്ന് മാറട്ടെ. രക്തം ജയം, രക്തം ജയം. യേശുവിന്റെ നാമത്തിൽ ശക്തമായി ദൈവാത്മാവോട് പറയുന്നു, പ്രാർത്ഥിക്കാൻ നിന്നെ ഇരുത്താതെ വരുത്തുന്ന മയക്കം, ആ ഉറക്കത്തിന്റെ വ്യാപാരം രാവിലെ ഒന്ന് അഴിയാൻ നിനക്കൊരാഗ്രഹം വരട്ടെ. നിന്നെ ദൈവസ്ഥന് ഇരുത്തത്തില്ലെന്ന് പറയുന്ന ശക്തി ഒന്ന് പൊളിയട്ടെ. നീ ഇരുന്നാൽ വിടുതല. മാവിന്റെ കെട്ട് പോട്ടട്ടെ, മാവിന്റെ കെട്ട് പോട്ടട്ടെ, മാവിന്റെ കെട്ട് പോട്ടട്ടെ. അന്യഭാഷയുടെ ആഴം വെളിപ്പെടട്ടെ. രക്തം ജയം, രക്തം ജയം. ഇവിടം വരെ വരൂ എന്ന് പറഞ്ഞ് നിൽക്കരുത്. ഇത്രയേ ഉള്ളൂ ദൈവപ്രവൃത്തി എന്ന് പറഞ്ഞ് നിൽക്കരുത്. അതിനപ്പുറത്തേക്ക് കയറി വരുവാൻ ഇന്ന് രാവിലെ ഏൽപ്പിക്കപ്പെടട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. വേഗത്തിൽ ഞാൻ മടങ്ങി വരാം. ഒന്നുകൂടെ ഞാൻ ആത്മാവിൽ ഇന്ന് നിന്റെ ജീവിതത്തിന്റെ സ്തോത്രം ഒരു പ്രത്യേക ടേണിംഗ് പോയിന്റ് ഒരു ദിവസമായിരിക്കണം. സ്തോത്രം, സ്തോത്രം. ഇതുവരെ നിന്നെ ഒതുക്കിയ ചില ശക്തികൾ ഇന്ന് രാവിലെ പൊളിയണം. ശക്തമായ ദൈവാത്മാവോട് പറയുന്നു, ഒരു ടേണിംഗ് പോയിന്റ്, ആത്മീയ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ്, ഒരു ശുശ്രൂഷയുടെ ടേണിംഗ് പോയിന്റ് രാവിലെ വെളിപ്പെടട്ടെ കർത്താവേ. കുടുംബ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ്. പിശാചെ പിടിവിട് യേശുവിന്റെ നാമത്തിൽ. പിടിവിട് ദൈവശക്തി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എന്റെ ജനത്തെ ഒതുക്കിയത് മതി, എന്റെ കുടുംബങ്ങളെ ഒതുക്കിയത് മതി. ജനനെ ഒതുക്കി ചില മൂലക്കേക്ക് തള്ളിയത്
അസ്തരം ഭക്ഷകൻ തിരക്കൽ ഉല്ലാസത്തെ കെടുത്തിക്കളഞ്ഞ ശക്തികൾ, കുടുംബജീവിതത്തിന്റെ ഐക്യതയെ തകർത്തടല ശക്തികൾ, ചുടബലമൗഷസ് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പ്രൈസ് ദി ലോർഡ്. രാവിലെ പറ സഹോദരങ്ങളെ, ഞാൻ പുറത്തു വരുമെന്ന് പറ, എന്റെ കുടുംബം പുറത്തു വരുമെന്ന് പറ, ഞാൻ വിടുതൽ പ്രാപിക്കുമെന്ന് പറ. ശത്രു കേൾക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കുമ്പോൾ നീ പുറത്തു വരേണ്ട മണ്ഡലങ്ങളിൽ പുറത്തു വരുവാൻ മുഖാന്തരങ്ങൾ ഇടുമ്പോൾ സമയങ്ങൾ കളയരുത്. ഏൽപ്പിക്കപ്പെടട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. മടങ്ങി വരികയാണ് ഞാൻ. സ്തോത്രം. ശ്രദ്ധിക്കണമേ. ഏലിയാവ് അവൻ തിന്ത് കുടിച്ചേച്ച് വീണ്ടും കിടന്നുറങ്ങി. വിട്ടില്ല, ദൈവം വിട്ടില്ല. ദൈവത്തിന്റെ പദ്ധതി കിടക്കുന്നിടത്തോളം നിനക്ക് സ്വസ്ഥത വരത്തില്ല. എവിടെ പോയാലും സ്വസ്ഥത വരത്തില്ല. ആ തീരുമാനത്തിലേക്ക് വരാതെ
സ്വസ്ഥത വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എക്സ്ക്യൂസുകൾ പറഞ്ഞ് നീ മാറരുത്. ദൈവിക തീരുമാനത്തിലേക്ക് ഇന്ന് രാവിലെ സ്റ്റെപ്പ് വെക്കട്ടെ. അടുത്ത 1-2 വാക്കുകൂടെ ഒന്ന് വായിച്ചാട്ടെ. രണ്ടാം പ്രാവശ്യവും വന്ന് എത്ര പ്രാവശ്യം തട്ട് കിട്ടി? നമുക്ക് എത്ര പ്രാവശ്യം തട്ട് കിട്ടി? സ്തോത്രം. ചിലർ പിന്നെ കാലിലെ പെയിൻ്റൊക്കെ പോയെങ്കിൽ എന്ത് ചെയ്യും? തീരുമാനം എടുക്കൂ. ബിലിയാം അങ്ങനെ ആയിരുന്നു. സ്തോത്രം. കഴുത ഒരു ഇടുക്കിടെ കൊണ്ടുപോയി എന്ത് ചെയ്തു? ഞെരുക്കി. കാലിന് വേദന ഇച്ചിരി പെയിൻറ്റും ഒക്കെ പോയപ്പോഴാണ് കണ്ണ് തുറന്നത്. കഴുതയെ അടിച്ചു. പോട്ടെ, ഞാൻ മടങ്ങി വരികയാ. പ്രൈസ് ദി ലോർഡ്. ഓരോ വിഷയങ്ങൾ നമ്മുടെ മുൻപിൽ വന്ന് വീഴുമ്പോൾ ഒന്ന് നിന്ന് ചിന്തിച്ച് പുറകിലേക്ക് തിരിഞ്ഞ് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. പോകട്ടെ, ഞാൻ മടങ്ങി വരികയാ. അടുത്ത വാക്കിങ്ങനെ വായിക്കുന്നു. രണ്ടാം പ്രാവശ്യവും ദൈവത്തിന്റെ ദൂതൻ വന്ന് തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒന്നും നിൽക്കുന്നില്ല. വായിച്ചാട്ടെ. നടന്നു. അടുത്തത് അവിടെ വായിക്കുന്ന നിർത്തണമേ. സ്തോത്രം. ചൂരച്ചയുടെ നടുവിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ 2 പ്രാവശ്യം തട്ടി യാത്ര ചെയ്ത് മുൻപോട്ട് പോയ ഏലിയാവ് ഇപ്പോൾ ഒരു ഗുഹ കണ്ടെച്ച് അതിനകത്ത് കയറി എന്ത് ചെയ്തു? ഇന്ന് രാവിലെ നീ കയറിയിരിക്കുന്ന സകല ഗുഹക്കകത്തുനിന്ന് പുറത്തു വരണം. നിരാശയുടെ ഗുഹയാണോ? പുറത്തു വാ. ഭാരത്തിന്റെ ഗുഹയാണോ? പുറത്തു വാ. സ്വന്തം സംശയത്തിന്റെ ഗുഹയാണോ? പുറത്തു വാ. പ്രൈസ് ദി ലോർഡ്. അതിനകത്തുനിന്നൊക്കെ നീ പുറത്തു വരണം. അവസാനമായി പറയുന്നുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം അവന്റെ അടുക്കൽ ഇറങ്ങി വന്നേച്ച് പറയുന്നു, നീ ഗുഹക്കകത്തുനിന്ന് എന്ത് ചെയ്യണം? എലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? നീ ഗുഹക്കകത്ത് കയറി ഒളിച്ചിരിക്കേണ്ടവനല്ല, നീ രംഗത്ത് വരേണ്ടവനാ. ചിലരെ അഭിഷേകം ചെയ്യാൻ ഞാൻ നിന്നെ കണ്ടവനാ. രംഗത്ത് വരാൻ കഴിയാതെ, ചിലത് ഏറ്റെടുപ്പാൻ കഴിയാതെ ഒതുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, രാവിലെ രംഗത്ത് വരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. മതി, ആ ഭാഗമൊക്കെ വിട്ടേച്ച്. സ്തോത്രം. ഞാൻ ആ പറഞ്ഞ ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. എലിയാവേ, ഇവിടെ നിനക്ക് അതെ പറഞ്ഞു. തമ്പുരാൻ പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നീ പുറത്തു വാ. സ്തോത്രം. നീ പുറത്തു വാ. നിന്റെ പേര് ഞാനൊരു ശക്തി പകരാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. ചിലരെ അഭിഷേകം ചെയ്യേണ്ടവൻ ഇപ്പൊ എവിടാ? ഗുഹയ്ക്കകത്ത് കയറിയിരിക്കുക. നീ പുറത്തു വാ. സ്തോത്രം. ഇതൊക്കെ വിശദീകരിക്കേണ്ട ഒത്തിരി ആഴമേറിയ കാര്യങ്ങളുണ്ട്. ഏതായാലും അവന് പുറത്തു വന്നു. ദൈവത്തിന്റെ സാന്നിധ്യം വിവിധ നിലകളിൽ അവിടെ വെളിപ്പെടുന്ന ചില രംഗങ്ങൾ അവിടെ വായിക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അവസാനം അവിടെ നിന്ന് അവൻ യാത്ര ചെയ്ത് അവനെ ഒതുക്കാൻ ഇസബേല് ശ്രമിച്ച എല്ലാ പദ്ധതിക്കകത്തു നിന്ന് ദൈവത്തിന്റെ കരുണയാൽ ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നു. ദൈവത്തിന്റെ ഉദ്ദേശം ഒരുവന്റെ മേൽ കിടപ്പുണ്ടെങ്കിൽ ആരൊതുക്കിയാലും ഒതുങ്ങത്തില്ല. അവനെ ദൈവം രംഗത്ത് കൊണ്ടുവരും. അത് മാനുഷികമായാലും പൈശാചികമായാലും ഏതു നിലകളിലായാലും, അത് മുകളിൽ മുതൽ താഴെ വരെയുള്ള ഏത്
രംഗത്തിൽ ഇടപെട്ടാലും ദൈവിക പ്ലാൻ നിന്റെ മേൽ കിടപ്പുണ്ടോ, നീ പുറത്തു വന്നിരിക്കും. ദൈവം നിന്നെ മാനിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ അവൻ യാത്ര ചെയ്ത് വരുമ്പോഴാണ് ആമേൻ സ്തോത്രം ദൈവത്തിന്റെ ദാസനാകുന്ന എലീശ പ്രവാചകൻ 12 കാളയെ എന്ത് ചെയ്യുക, നമ്മൾ തുടങ്ങി വന്നത് ആ ഭാഗമാ. ഇരട്ടി ശക്തി പ്രാപിച്ച എലീശ ആമീൻ വില കൊടുത്ത മണ്ഡലങ്ങളാണ് പറഞ്ഞു വരുന്നത്. ആമീൻ 12 കാളയെ പൂട്ടി 12ാമത്തേതിനോടുകൂടെ താൻ തന്നെ ഉഴവിച്ചുകൊണ്ടിരിക്കുമ്പോ ഏലിയാവ് ചെന്ന് എലീശയുടെ മേൽ പുതപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക നിലവാരത്തിൽ ദൈവനെ മാറ്റി നിർത്തുകയാ. സ്തോത്രം. പുതപ്പ് വീണ എലീശ കാള വിട്ടു, കലപ്പ വിട്ടു. ദൈവദാസന്റെ കൂടെ എന്ത് ചെയ്തു? കൂടി. കൃപയുള്ളവന്റെ കൂടെ കൂടി. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ കൂടി. ആരാധന ഉള്ളവന്റെ കൂടെ കൂടി. ഞാനിന്ന് രാവിലെ ചോദിക്കട്ടെ, നീ ആരുടെ കൂടെ കൂടിയിരിക്കുന്നേ? കൃപയുള്ളവന്റെ കൂടാണോ കൂടിയത്? അതോ കുറ്റവും കുറവും പറയുന്നവരുടെ കൂടാണോ കൂടിയത്? സ്തോത്രം. മോശ ഒരിക്കൽ വിളിച്ചു പറഞ്ഞൊരു പ്രത്യേക സന്ദർഭത്തിൽ, യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്ക്. സ്തോത്രം. ആമീൻ. വേറെ ആരുടെ പക്ഷത്തുള്ളവരെ അല്ല ദൈവത്തിന് വേണ്ടേ, ദൈവത്തിന്റെ പക്ഷത്തുള്ളവരെ ദൈവത്തിന് വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പലയിടത്തും പക്ഷം പിടുത്തം നടക്കുമ്പോൾ ദൈവാത്മാവിന് രാവിലെ പറയുന്നു, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. മടങ്ങി വരട്ടെ ഞാൻ. സ്തോത്രം. അവിടെ വായിക്കുന്നത്, ഹല്ലേലൂയ, വായിച്ചാട്ടെ ആ ഭാഗം. അവൻ ഏലിയാവിന്റെ പിന്നാലെ, ദൈവകൃപയുള്ളവന്റെ കൂടെ എലീശ കൂടി. പുതപ്പ് വീണു, കാള വിട്ടു, കലപ്പ വിട്ടു, ദൈവദാസന്റെ കൂടെ കൂടി. എലീശ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് വീട് വരെ ഒന്ന് പോണം. എന്നെ ഇത്രത്തോളം വളർത്തിക്കൊണ്ടുവന്ന അപ്പനും അമ്മയും ഉണ്ട്, അവരോട് യാത്ര പറഞ്ഞേച്ച്, സ്തോത്രം, ചുംബിച്ചേച്ച് എന്ത് ചെയ്യാം, ഞാൻ മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് പറഞ്ഞു, നീ പൊയ്ക്കോ, പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് മറക്കരുത്. എനിക്ക് ആ വേദഭാഗം ഒക്കെ പറയാൻ ഇഷ്ടമുള്ള വേദഭാഗമാണ്. മാതാപിതാക്കളോട് കടപ്പാടുള്ള മകൻ. സ്തോത്രം. അന്യഭാഷ നല്ലതാ, വെളിപ്പാട് നല്ലതാ, പ്രവചനം നല്ലതാ, ദൂത് നല്ലതാ, 2 മണിക്കൂർ വചനം ശുശ്രൂഷിക്കും നല്ലതാ. പക്ഷെ മാതാപിതാക്കളോടുള്ള കടപ്പാട് നിർവഹിക്കാതെ എന്നാ നീ ചെയ്താലും അത് വെള്ളത്തിൽ വരച്ച വരയാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറയാൻ പറ്റുമോ? പുതിയ നിയമത്തിലെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനെ അമ്മയും ബഹുമാനിക്കാന്ന് പറഞ്ഞാൽ ഖുർബാൻ എന്ന് എന്ത് ചെയ്യാ പറഞ്ഞാൽ എന്റെ ഡ്യൂട്ടി എന്ത് ചെയ്തു? സ്തോത്രം. അപ്പനെ അമ്മയെ നോക്കാതെ പ്രായമായി കഴിയുമ്പോ അപ്പനെ അമ്മയെ നോക്കാതെ ഒത്തിരി ദൈവമക്കളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നീയും വളരുന്നോണ്ടിരിക്കുക. ഉപ്പ് തിന്നുന്ന വെള്ളം കുടിക്കും. ഹല്ലേലൂയ. എന്നും ഈ ആരോഗ്യം കിട്ടത്തില്ല കേട്ടോ, എന്നും ഈ സൗന്ദര്യം കാണത്തില്ല. നീയും ആ ഗതിയിലേക്ക് വരാൻ പോവാ. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഞാനതൊക്കെ പച്ചയ്ക്ക് പറയുന്ന കൂട്ടത്തിലുള്ളതാണ്. സ്തോത്രം. ചിലരുണ്ട് ഈ ചത്ത് കഴിയുമ്പോൾ എവിടെന്നെങ്കിലും ഒരു 150 രൂപയുടെ സ്പ്രേയും കൊണ്ടുവരും. ഇവനോട് ഇരിക്കുമ്പോൾ എന്ത് ചെയ്യത്തില്ല, ഒരു സ്പ്രേ, പിന്നെ അവിടെ ഇവിടെ 2 അടി. എന്തിനാ നീ അങ്ങനെ കാണിക്കുന്നത്? അന്നേരം ഒരു പൂങ്കണ്ണീരും ഞാനിവിടെ അങ്ങ് വരാൻ പോവാന്നും പറഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നത്. എന്നാ നീ ഇവിടെ പോകാനൊന്നുമല്ല, ജാട കാണിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിദ്യാഭ്യാസമില്ലാത്തതിന്റെ മാതാവ്, പരിജ്ഞാനമില്ലാത്തതിന്റെ പിതാവ്, സ്തോത്രം, ഈ ലെവലിലായത് അവർ കഷ്ടപ്പെട്ടതാ. ജീസസ്. ഇതൊക്കെ ഊന്നിപ്പറയേണ്ട കാര്യങ്ങളാ. മാതാപിതാക്കളെ നോക്കാത്ത ഒത്തിരി എണ്ണം ഇന്നുണ്ട്.
അവരോട് ബഹുമാനമില്ലാത്ത ഒത്തിരി ദൈവമക്കളുണ്ട്. പക്ഷെ അന്യഭാഷയ്ക്ക് കുറവില്ല. ഞാൻ ചോദിക്കണം, വല്ലപ്പോഴും ഒരിക്കൽ അവർക്കൊരു തുണി മേടിച്ചു കൊടുക്കണം. ജീസസ് ചെയ്യാവോ? ചെയ്യുന്നവർക്കായി സ്തോത്രം. ഞാൻ കുണ്ടറയിൽ ശുശ്രൂഷിക്കുമ്പോ അന്ന് എൻ്റെ പിതാവും മാതാവും ഉണ്ട്. ഞാൻ അന്ന് വാഹനമില്ല, അരിപ്പാടാണ് എൻ്റെ സ്വദേശം. ആഴ്ചയിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ എൻ്റെ പിതാവിനെയും മാതാവിനെയും കാണാൻ പോകും. അവരുടെ ഇഷ്ട ആഹാരം എന്താണെന്ന് മകനെന്ന നിലകളിൽ എനിക്കറിയാം. അതും വാങ്ങിച്ച് പൊതിഞ്ഞു കെട്ടിയാണ് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അടുക്ക പോന്നേ. എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചവനാ ഞാൻ. എൻ്റെ അമ്മായിയപ്പൻ്റെ അമ്മായിയമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചവനാ ഞാൻ. ധൈര്യത്തോടെ ഈ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് പറയുക, പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് പിന്നെ വേറെ ചില കുഴപ്പമുണ്ട്. ഭാര്യയുടെ അപ്പനെയും അമ്മയും എന്ത് ചെയ്യത്തില്ല? ഞാൻ ചോദിക്കട്ടെ, ഭാര്യയുടെ അപ്പനെയും അമ്മയും ഭാര്യയെ അമ്മയും വളർത്തിയത് അവരല്ലയോ? സ്തോത്രം, സ്തോത്രം. വേറെ കൃത്യം കാണിക്കാൻ എല്ലാവരും പറ സ്തോത്രം. ചിലർ പിന്നെ അങ്ങോട്ട് വിടത്തേ ഇല്ല, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പോലും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എൻ്റെ വീട്ടിലാണ് അമ്മായിയപ്പനും അമ്മായിയമ്മയ്ക്ക് എൻ്റെ പാസനേജ് വന്ന് താമസിച്ചാൽ കൊതിയുള്ളവരായിരുന്നു അവർ. വേറെ 3 മക്കളുണ്ടെങ്കിലും എൻ്റെ അടുക്കലേ വരൂ. കാരണം എന്താ അറിയാമോ? ഞാനവരെ നോക്കുന്ന നോട്ടം അതുപോലായിരുന്നു. അവർ നിത്യതയിൽ വിശ്രമിക്കുന്നത്. പക്ഷേ അവിടെ 4 പേരുടെ അനുഗ്രഹം വാങ്ങിച്ചവനാണ് ഞങ്ങൾ. സ്തോത്രം പറയാൻ പറ്റുന്നവർ സ്തോത്രം പറ. ഹല്ലേലൂയ. മാതാപിതാക്കളെ നോക്കാതെ നീ എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. ഞാൻ ഒരു കാര്യം പറയാം, ഒരു പ്രായമാകുമ്പോൾ മൂശേട്ടയും പഴയ രീതി ഒന്നും എന്ത് ചെയ്യത്തില്ല, നടത്തൊന്നുമില്ല. നമ്മളത്രയും വലിയ ഡിഗ്രി ഒന്നും അവർക്കില്ലല്ലോ. സ്തോത്രം, സ്തോത്രം. എനിക്കറിയാം, ചർച്ചക്കോടിലെ ഒരു കുടുംബം വലിയ വീടൊക്കെ വെച്ച് ടൈൽസും ഒക്കെ ഇട്ട് ഗ്രാനൈറ്റും ഒക്കെ ഇട്ട് അപ്പനൊരിക്കൽ ചെരുപ്പിട്ടുകൊണ്ട് ആ മുറിക്കകത്തൂട്ട് നടന്നെന്ന് പറഞ്ഞുകൊണ്ട് അപ്പനെ അമ്മ ഇറക്കി വിട്ടു. ഇന്നും ആ വീടിലെ അടി തീർന്നിട്ടില്ല കേട്ടോ. നിനക്ക് എന്നാ ടൈൽസ് കിട്ടിയ, എന്താ നിനക്ക് ഗ്രാനൈറ്റ് ഇട്ട്? ഞാൻ ചാടകം തളിച്ച ആ വീട്ടിനകത്ത് താമസിച്ചവനാ. സ്വത്രം, പഴയകാലം പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. ചറ്റപ്പുറക്കകത്ത് കിടന്നവനാ ഞാൻ. ദൈവം നിന്നെ നടത്തിയ വഴികൾ മറക്കരുത്, ചുവടുകൾ മറക്കരുത്. ദൈവം നിന്നെ പരിപാലിച്ച വിധങ്ങൾ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. മാതാപിതാക്കൾക്ക് വല്ലപ്പോഴുമെങ്കിലും വസ്ത്രമൊക്കെ മേടിച്ച് നിനക്ക് ഇഷ്ടം പോലെ വസ്ത്രം അവർ മേടിച്ചു തന്നല്ലയോ? ഇല്ലയോ? സ്തോത്രം. ചിലരുണ്ട് ചാവാൻ കിടക്കും, തത്ത് കഴിയുമ്പോഴാ വസ്ത്രത്തിന് വേണ്ടി കിടന്ന് ഓട്ടം. ഹല്ലേലൂയ. എല്ലാം ദൈവം കുറിച്ചു വെക്കും, കുറിച്ചു വെക്കും. നാം ചെയ്തതെല്ലാം ദൈവം കുറിച്ചു വെക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആ വചനമൊക്കെ വിവരിക്കണമെന്നുണ്ട്. ദാവീദ് ഒരിക്കൽ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കൂടി പോയ ഒരു സമയമുണ്ട്. എന്ന് പറഞ്ഞാൽ നിക്കക്കൊള്ളിയില്ലാതെ ഓടി നടന്ന ഒരു സമയം. എവിടെ പോയാലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു കണ്ടീഷനത്തിൽ കൂടി പോയ ഒരു സമയമുണ്ട്. അന്നേരവും തൻ്റെ മാതാപിതാക്കളെ കുറിച്ച് തനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഒരിടത്ത് കൊണ്ട് ആക്കിയേച്ച് പറഞ്ഞല്ലോ, തൽക്കാലത്തേക്ക് ഇവരിവിടെ നിൽക്കട്ടെ, ഞാൻ തരം കിട്ടണമെന്നിടത്ത് എങ്ങനെയെങ്കിലും പോയി എന്ത് ചെയ്യുക, രക്ഷപ്പെടുക, അവർക്കൊന്നും സംഭവിക്കരുത്, തൽക്കാലത്തേക്ക് അവരിവിടെ ഒന്ന് നിൽക്കട്ടെ. വചനം അറിയാമല്ലോ നിങ്ങൾക്ക്. പ്രൈസ് ദി ലോർഡ്. എലീശാ പറഞ്ഞു, എനിക്ക് വീട് വരെ പോണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാനവരെ ചുംബിച്ച് യാത്ര ചോദിച്ച്, ഈ ഒരുത്തൻ ഇരട്ടി ശക്തി പ്രാപിച്ചെന്ന് പറയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവൻ പൊങ്ങി വന്ന വ്യക്തിയല്ല. അതെല്ലാം നമ്മൾ ഗ്രഹിക്കണം ദൈവമക്കളെ. അവൻ ബഹുമാനം കൊടുക്കേണ്ടിടത്തെല്ലാം എന്ത് ചെയ്തു? ബഹുമാനം. ഇന്നത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വാഴെടുക്കുന്നവരെല്ലാം എന്താ? വെളിച്ചപ്പാട്. സ്തോത്രം. പിന്നെ ഇച്ചിരി വെളിപ്പാടൂടെ കിട്ടിയാൽ പിന്നെ അവർ നിലത്തും താഴെ ഒന്നും മുകളിലൊന്നും അല്ല.
സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാം അടുക്കും ചിട്ടയോടെ വരണം. എലീശ ഏലിയാവിന്റെ ബൈബിൾ കോളേജിലേക്ക് പോകാൻ പോവാ. അതിന് മുന്നമേ ചോദിക്കേണ്ടവരോടൊക്കെ എന്ത് ചെയ്തു? അനുവാദം ചോദിച്ചു. നിങ്ങൾ ആ വാക്യം വേഗത്തിലൊന്ന് വായിച്ചേ. അതിനകത്ത് ഒരു ആഴമായ കാര്യമുണ്ട്, വായിച്ചു. അറുത്തു. ഒരു നിമിഷം നിൽക്കണേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒന്ന് രണ്ട് കാര്യം അതിനകത്ത് പറയാൻ പോവാ. ചോദ്യമൊക്കെ ഏലിയാവിനോട് ചോദിച്ചു. ഞാൻ വീട് വരെ പോവാണ്. ഏലിയാവ് അനുവാദം കൊടുത്തു. ചിലർ പിന്നെ ചോദിക്കത്തും പറയത്തൊന്നുമില്ല. അങ്ങനെ എന്ത് ചെയ്യും? എപ്പോഴാ വരുന്നതെന്നും അറിയത്തില്ല, എപ്പോഴാ പോകുന്നതെന്നും. എടാ, ദൈവത്തിന്റെ സഭയെന്ന് പറഞ്ഞാൽ കെട്ടിയടക്കപ്പെട്ട തോട്ടമാ. സ്തോത്രം. ഇവിടെ പിന്നെ നമുക്കിപ്പോ അങ്ങ് സ്വാതന്ത്ര്യം അങ്ങ് കൂടിപ്പോയി. എപ്പോ വേണേലും വരാം, എങ്ങനെ വേണേലും ഇരിക്കാം, എങ്ങനെ വേണേലും അങ്ങനെ ആയിപ്പോയി. പ്രൈസ് ദി ലോർഡ്. പണ്ടങ്ങനല്ല. സ്തോത്രം. വിടുകയാ ഞാൻ ആ ഭാഗം. പ്രൈസ് ദി ലോർഡ്. എടാ, പ്രാർത്ഥനയ്ക്കൊരു സമയമുണ്ടെന്ന്, ആരാധനയ്ക്കൊരു സമയമുണ്ട്. സ്തോത്രം. പത്രോസ് യോഹന്നാനും പ്രാർത്ഥനാ സമയത്ത് അവിടെ ചെന്നെന്നാ, അല്ലയോ? അതോ കഴിഞ്ഞാണോ? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാനെൻ്റെ സഭയിൽ ഇങ്ങനെ നോക്കിയപ്പോൾ, ആരാധനയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ ചിലർ 10:15 വരുന്നു, 10:10 വരുന്നു. ഞാൻ വിട്ടില്ല. ഞാൻ ചോദിച്ചു, സഹോദര സഹോദരി, 6 മണിക്ക് നിന്റെ മോൻ ബഹറിന് പോവാ. 6 മണിക്ക്. ഞാൻ ചോദിച്ചു, എപ്പോ പോവും? 3 മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ ചെല്ലണം. അപ്പൊ 3 മണിക്കൂർ മുമ്പ് പോകണമെങ്കിൽ വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങണം? അന്നത്തെ ദിവസം ഉറക്കമൊന്നുമില്ലല്ലോ. പക്ഷെ ആരാധനയ്ക്ക് വരാനോ? സ്തോത്രം. നമ്മളിത് കണ്ടും കേട്ട് ഇതിനോടുള്ള ഭയം പോയി. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം, കേൾക്കാത്തവരുണ്ട് കേട്ടു. ഈ ആദ്യമൊക്കെ വണ്ടി ഓടിക്കുന്നവർ വളവും തിരിവൊക്കെ വരുമ്പോൾ കൂടെ കൂടെ ഹോൺ അടിക്കും, ബ്രേക്ക് കാല് കാണും. പക്ഷെ ഇതിനകത്തങ്ങ് വണ്ടിക്കകത്തങ്ങ് എക്സ്പാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ചെറിയ വളവും തിരിവും ഒന്നും എന്ത് ചെയ്യത്തില്ല, ഹോണും അടിക്കത്തില്ല, ബ്രേക്ക് കാലും അതുപോലെ. ഓൺ അടിക്കേണ്ട സമയത്ത് ഓൺ അടിക്കണം, ബ്രേക്ക് കാല് വേണ്ട സമയത്ത് ബ്രേക്ക് കാലും, അല്ല എവിടെയെങ്കിലും ചെന്ന് കയറും. സ്തോത്രം. പാരമ്പര്യം കൂടിയത് കൊണ്ട്, ഒത്തിരി ദൈവദാസന്മാരെ കണ്ടതുകൊണ്ട്, ഒത്തിരി പ്രസംഗം കേട്ടതുകൊണ്ട് ദൈവത്തോടുള്ള ഭയം കുറയരുത്, ദൈവത്തോടുള്ള ബഹുമാനം കുറയരുത്, ദൈവത്തോടുള്ള ആദരവ് കുറയരുത്. പ്രൈസ് ദി ലോർഡ്. പ്രവാചകൻ വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ അപ്പോഴെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? മടങ്ങി വരട്ടെ. സ്തോത്രം. ഞാൻ പറഞ്ഞു, അവിടെ വായിച്ചത് ഇങ്ങനെയാണ്. അവിടെ എലീശ അറിയാമോ, വീട്ടിൽ ചെന്ന് പ്രാർത്ഥനക്കാരെ എല്ലാം വീട്ടിൽ എന്ത് ചെയ്തു? വിളിച്ച് വരുത്തി. എവിടെ പോവാ എലീശ? ബൈബിൾ കോളേജിൽ ഒരു കോട്ടേജ് മീറ്റിംഗ്, ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടല്ലോ. ഈ സ്പെഷ്യൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യും? ഇന്ന് രാത്രി മുഴുവൻ ഓൾ നൈറ്റ് പ്രയർ ആന്ന് പറഞ്ഞാൽ എത്ര പേര് വരും? സ്തോത്രം. സ്പെഷ്യൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വരും. പക്ഷെ ഇന്ന് രാത്രി നമുക്ക് കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ
എനിക്ക് ഓൾ നൈറ്റ് പ്രയർ ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യനാണ്. സ്തോത്രം, ഹല്ലേലൂയ. പോട്ടെ, ഞാൻ വിടുകയാ. അവൻ വീട്ടിൽ ചെന്ന് പ്രാർത്ഥനക്കാരെ എല്ലാം വിളിച്ചു, ആരെയും ഒഴിവാക്കിയില്ല, എല്ലാരെയും എന്ത് ചെയ്തു? ഏലിസ വിളിച്ചാൽ എല്ലാരും പ്രാർത്ഥനയ്ക്ക് വരും. ചിലർ പിന്നെ എല്ലാരെയും വിളിക്കത്തില്ല, ഇഷ്ടമുള്ളവരെ എന്ത് ചെയ്യും? കല്യാണത്തിനും അങ്ങനെയാണല്ലോ. സ്തോത്രം പറയണേ, സ്തോത്രം പറയണേ, സ്തോത്രം. ചിലരെ അവരും പ്രാർത്ഥിച്ചതാ നിന്റെ കൊച്ചിന് വേണ്ടി, അവരും ഉപവസിച്ചതാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പോയല്ലോ, അന്തരീക്ഷം പോകുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ഒഴിവാക്കേണ്ടവരെ നീ ആരെയും ഒഴിവാക്കല്ലേ കേട്ടോ. സ്തോത്രം. അവരും വന്ന് നിന്റെ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാ നിന്റെ ഭവനം വിടുതൽ പ്രാപിച്ചു. നിന്റെ ഭവനത്തിന്റെ സ്ഥിതി മാറിയത് അവരും പ്രാർത്ഥിച്ചതാ കേട്ടോ. പാവപ്പെട്ട ദൈവമക്കൾ വന്നിരുന്ന് നിറഞ്ഞ ഹൃദയത്തോടെ ആത്മനിറവിലിരുന്ന് ആരാധിച്ചപ്പോഴാണ് നിന്റെ ഭിത്തിയുടെ സ്ഥിതിക്ക് ഭേദം വന്നത്, നിന്റെ തറയുടെ സ്ഥിതിക്ക് ഭേദം വന്നത്, നിന്റെ ഓലപ്പട മാറിയത്. സ്തോത്രം. പിന്നെ പ്രാർത്ഥന വെക്കാൻ പോലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടാ. കാരണം ചോദിച്ചാൽ പറയും, പക്ഷേ ഡൈനിങ് ടേബിളും സ്തോത്രം അങ്ങനെയുള്ള സാമഗ്രികളെല്ലാം എടുത്തു മാറ്റാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ പ്രാവശ്യത്തെ പ്രാർത്ഥന രാഴ്ചാന്റെ വീട്ടിലോട്ടാകട്ടെ. സ്തോത്രം. രാഴ്ചാൻ പറയും, കഴിഞ്ഞ ആഴ്ച മുഴുവൻ മഴയായിരുന്നു, അതുകൊണ്ട് ഈ ആഴ്ച വേണ്ട, രണ്ടാഴ്ചയും കൂടെ. ഭാഷ എന്തോ ചെയ്യും? അവസാനം ഭാഷ പറയും, ആർക്കും വേണ്ടെങ്കിൽ എന്താ നിനക്ക് ഡൈനിങ് ടേബിൾ വന്നേ? ഞാൻ പറയാം, പ്രാർത്ഥനയ്ക്ക് ഒരു ബന്ധപ്പാടുണ്ട്, ഒരു പെറുക്കും, ഒരടുക്കും, ഒരു തൂപ്പും. പ്രാർത്ഥനയ്ക്ക് ബന്ധപ്പാടുണ്ട്. ഒരു പാത്രം കഴുകും, ഒരു ഗ്ലാസ് കഴുകും, അങ്ങനെ വേണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ബന്ധപ്പാടൊന്നുമില്ല, എല്ലാം ഓർഡർ അല്ലയോ. പക്ഷെ എനിക്കിഷ്ടം ബന്ധപ്പാടാ ഇഷ്ടം. ആ പാത്രം കഴുകണമെന്നേ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം പറയാവോ? സ്തോത്രം പറയാവോ? ശനിയാഴ്ച വൈകിട്ട് ഞാൻ പ്രാർത്ഥിക്കും അച്ചായ, നാളെ ഒരു 3 ദൈവദാസന്മാർ വരട്ടെ. സ്തോത്രം, സ്തോത്രം. അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുന്നത്, അവരോട് അടുത്തിരുന്ന് ശുശ്രൂഷിക്കുന്നത് എന്റെ അനുഗ്രഹമാണെന്നറിയാവോ? അതിന്റെ അനുഗ്രഹമാണ് നമ്മളെ മേൽ കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ചെയ്തവർക്കായി സ്തോത്രം, ചെയ്തിട്ടുള്ളവർക്കായി സ്തോത്രം. ദൈവം ആർക്കും കടക്കാരനല്ല കേട്ടോ. ഏലിശ എന്ന പ്രാർത്ഥനക്കാരെ എല്ലാം വിളിച്ചു, എല്ലാരെയും വിളിച്ചു, ആരെയും മാറ്റി നിർത്തിയില്ല, ആരോടും വേറെ കൃത്യമില്ല. അവൻ വിളിച്ചാൽ എല്ലാരും. പിന്നെ ചിലരുടെ വീട്ടിൽ എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല, ചിലക്ക് കൈ കൊടുക്കത്തില്ല, ചിലക്ക് വിശുദ്ധ ചുംബനം കൊടുക്കത്തില്ല, ചിലരുമായിട്ട് സംസാരിച്ചിട്ട് പോലും പിണക്കവാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചിലര് പിണങ്ങിയാൽ ഭയങ്കര പിണക്കം, ഇടിച്ചിട്ടേച്ച് പോയാൽ. പക്ഷെ അന്യഭാഷയ്ക്ക് കുറവൊന്നും. അതേതാ ഭാഷ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിത്യതയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സ്തോത്രം. ഇന്ന് രാവിലെ നമുക്കൊരു ക്രമീകരണം പ്രാപിക്കാം. എവിടെങ്കിലും മറഞ്ഞു കിടക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഏറ്റുപറഞ്ഞ് മടങ്ങി വാ. കൈ കൊടുക്കാത്ത മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ, സംസാരിക്കാത്ത മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ, പ്രൈസലോ കയറി ഇറങ്ങാത്ത മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഏറ്റുപറഞ്ഞ് മടങ്ങി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. അവൻ വീട്ടിൽ ചെന്ന് പ്രാർത്ഥനക്കാരെ വിളിച്ചു. പ്രാർത്ഥനക്കാരെ വീട്ടിൽ വന്ന് അടുത്ത വാക്ക് വായിച്ചേ. അതിന് മുമ്പൊരു വാക്കുണ്ട്. $7 ഉണങ്ങിയ പപ്സ് കൊടുത്തെന്നല്ല, എന്തോ $7 ഉണങ്ങിയ
പായലുമാക്കി, ഡെറിയലുമാക്കി. സ്തോത്രം. അവൻ കൊടുത്തപ്പം മൃഷ്ടാന്ന ഭോജനം എന്ത് ചെയ്തു? സ്തോത്രം. എടാ, ഇതൊക്കെ ചെയ്യുന്നവനെ വിവരിക്കാൻ പറ്റൂ. സ്തോത്രം, സ്തോത്രം. ഭക്തന്മാരെ മാനിക്കാൻ പടി, ദൈവദാസന്മാരെ ശുശ്രൂഷിക്കാൻ പടി. ചെയ്യുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ചെയ്യുന്നവർക്ക് ഇത് പറയുമ്പോൾ സുഖിക്കൂ, ഇല്ലാത്തവർക്ക് ഒരു ഇച്ചിരി വിഷമം തോന്നും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്ക് എൻ്റെ ഫാദർ ഇച്ചിരി നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു, ജോലിയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഉള്ള ആളല്ലായിരുന്നു. സ്വതന്ത്രം. പക്ഷെ ഒരു കർത്താവിനെ അറിഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസം ഇറങ്ങി, പിന്നെ അവർ കർത്താവിനെ സേവിച്ചു. എൻ്റെ അപ്പനും അമ്മയൊക്കെ ദൈവദാസന്മാരെ മാനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ ഉള്ള അറിവനുസരിച്ച്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഫാദർ മരിച്ച ശേഷം എൻ്റെ ഫാദറിന് പെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 1500 2000 രൂപ അങ്ങോട്ട് പെൻഷൻ കിട്ടുമായിരുന്നു. അതെൻ്റെ അമ്മയിലേക്ക് വന്നു. 2000 രൂപയുടെ ദശാംശം 200 കൊടുത്താൽ മതി. പക്ഷെ എൻ്റെ പാവപ്പെട്ട അറിവില്ലാത്ത അമ്മ, വലിയ വേദപരിജ്ഞാനമില്ലാത്ത, വായിക്കാൻ അറിയാൻ വയ്യാത്ത അമ്മ 300 രൂപ ദശാംശം കൊടുക്കും അന്ന്. പിന്നിടയ്ക്ക് ഗോതമ്പ് പൊടിയും പുട്ടുപൊടിയും അരിപ്പൊടിയും റവയും എല്ലാം വാങ്ങിച്ചു വെക്കും ദൈവദാസന്മാർ വരുമ്പോൾ കൊടുക്കാൻ. എന്നെ ദൈവം മാനിക്കാതിരിക്കുമോ? സ്തോത്രം പറ. ഇച്ചിരി പുളിക്കും. സ്തോത്രം, 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 ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നിന്റെ കുഞ്ഞിന്റെ കിട്ടുന്ന ശമ്പളം അവർ മുറിച്ചാണോ കൊടുക്കുന്നത്? ഗൾഫിലേ മോനും മോക്കും കിട്ടുന്ന ശമ്പളം മുറിച്ചാണോ കൊടുക്കുന്നത്? അല്ലല്ലോ, കൃത്യമായിട്ട് ആ കമ്പനിക്കാർ കൊടുക്കത്തില്ലേ? പിന്നെ ഇവിടെ എന്താ നീ മുറിക്കുന്നത്? സ്തോത്രം. ഞാൻ അതിനൊരു കാര്യം പറയാം, ഒരു ഉദാഹരണം. ഈ ദൈവത്തിന് കൊടുക്കുന്നതിനകത്ത് ഈ ലുപ്ത് കാണിക്കരുത്, മുറിച്ചു കൊടുക്കരുത്. പണ്ട് ഒരു വലിയൊരു ഭവനത്തിൽ കാർന്നോൻ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്, സിറ്റ് ഔട്ടിൽ, അമ്മച്ചി അടുക്കളെ. അപ്പോൾ ഒരു ധർമ്മക്കാരൻ വന്നു, ഭിക്ഷക്കാരൻ. അവൻ പറഞ്ഞു, അമ്മ എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ശരീരത്തിന് സൗഖ്യമൊന്നുമില്ല, ഒരു ഗ്ലാസ് കാപ്പി ഇട്ടുകൊണ്ട് തരണമെന്ന് പറഞ്ഞു. കാപ്പി. ഈ അമ്മച്ചി എന്തോ എന്നറിയാമോ? 2-3 ദിവസം മുമ്പ് അയ്യത്ത് വീണ ഒരു ഓലമടലുണ്ട്, ഓലമടലെന്ന് ഈ 2 ഓലക്കാര് കീറും. ഇച്ചിരി കഴിഞ്ഞിട്ടേ കത്തു. ഈ 2 ഓലക്കാര് കീറി അത് അടുപ്പുകല്ലാലിരിക്കുന്ന വിളക്കിനകത്ത് എന്ത് ചെയ്യും? കത്തിക്കും. നിങ്ങൾക്കറിയാമോ, ഈ 2 ഓലക്കാല് വെച്ച് കത്തിച്ചാൽ കത്തുവോ? ഇച്ചിരി പാടാ. അപ്പോൾ കത്തിച്ച് കഴിയുമ്പോൾ അത് കെടും. അടുപ്പുകല്ലാൽ ഒരു കുത്തു കൊടുക്കും. സംഗതി കുത്തിയും കത്തിച്ചും ഓലമടൽ തീർന്നതല്ലാതെ കാപ്പി എടാ ഒരു കെട്ട് ചൂട്ടെടുത്ത് വെച്ചിരുന്നെങ്കിൽ എപ്പോഴേ ചിലരങ്ങനെ. സ്തോത്രം. 1250 ആക്കും. സ്തോത്രം. പിന്നെ പിണക്കം വല്ലതും ആയി കഴിഞ്ഞാൽ പിന്നെ അത് നേരെ പകുതി. ഹല്ലേലൂയ. കാശ് പോവല്ലേ. ഞാൻ ശുശ്രൂഷിക്കുന്നതിൻ്റെ പകുതി മാറ്റുന്ന ആളാ, അതുകൊണ്ടാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. സ്തോത്രം പറ. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഹൈസ്കൂളിൽ പഠിച്ചപ്പോൾ തീരുമാനം എടുത്തതാ. അയ്യോടാ, സ്തോത്രം ഇല്ലയോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദശാംശമായിട്ട് മാറ്റാനല്ലെന്ന് ദൈവം എന്നെ പഠിപ്പിച്ച്. സ്തോത്രം. ഞാൻ വലിയ സമ്പന്നനൊന്നുമല്ല, ഒരു നല്ല വീട് പോലും എനിക്കില്ല. പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിക്ഷേപിച്ചതല്ല, ദൈവം ഒരിക്കൽ കണക്കിടും. സ്തോത്രം പറ. പ്രൈസ് ദി ലോർഡ്. എലീശ വീട്ടിൽ ചെന്നു, പ്രാർത്ഥനക്കാരെ വിളിച്ചു, ഒരേ കാളയെ പിടിച്ചു. കാളയുടെ മരക്കോപ്പ് വെട്ടിക്കീറി. അതിനകത്തൊരു ദൂതുണ്ട്, ഇനിയും മേലാൽ ഇത് വേണ്ട.
മനസ്സിലായോ? മനസ്സിലോ? പണ്ടൊരു ദൈവദാസൻ പറഞ്ഞത് ഞാൻ ഇടയ്ക്ക് കയറി ഒന്ന് ഓർത്തു വരികയാ. പണ്ടൊരു ദൈവദാസൻ പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞതാ, ഈ പത്രോസ് പടകും വലയും വിട്ടെങ്കിലും എളിയിൽ ചൂണ്ട. ചിലരങ്ങനെ എല്ലാം വിടത്തില്ല. കുഞ്ഞിരാമന്റെ പൊടിക്കൈ ഇച്ചിര കയ്യിൽ. നീ വിട്ടത് വിട്ടതാ, കളഞ്ഞത് കളഞ്ഞതാ, ഉപേക്ഷിച്ചത് ഉപേക്ഷിച്ചതാ, വേണ്ടാന്ന് വെച്ചത് വേണ്ടാന്ന് വെച്ചതാ. ഒരു കുഞ്ഞിരാമന്റെ പൊടിക്കൈയും വേണ്ട, ഒരാവശ്യമില്ലാത്ത കണക്ഷനും വേണ്ട, ഒരു ദൈവഹിതമല്ലാത്ത മെസ്സേജും നിന്റെ മൊബൈലിനകത്ത് വേണ്ട. സ്തോത്രം, സ്തോത്രം. ഞാൻ ഇന്നലെ വൈകിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഞാനൊരു സഹോദരനോട് പറഞ്ഞു, സ്തോത്രം, ഏത് പാദരാത്രിയിലും എൻ്റെ മൊബൈൽ എൻ്റെ യേശുവിന് കൈകാര്യം ചെയ്യാം. പക്ഷെ ചിലരുടെ മൊബൈൽ എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ കൊടുക്കുമോ? സ്തോത്രം. അവർ തന്നെ എന്ത് ചെയ്യൂ? ദൈവഹിതമല്ലാത്ത ഒരു മെസ്സേജ് എൻ്റെ മൊബൈലിനകത്തില്ല. ദൈവഹിതമല്ലാത്ത ഒരു നമ്പരും എൻ്റെ മൊബൈലിനകത്തില്ല. സ്തോത്രം പറയാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. കാളയുടെ മരക്കോപ്പ് വെട്ടിക്കീറി ആഹാരം പാകം ചെയ്ത് വന്നവർക്കെല്ലാം കൊടുത്തു. അപ്പൊ സഭക്കാരുടെ അനുഗ്രഹം, ലീഡ് ചെയ്ത ദൈവദാസന്റെ അനുഗ്രഹം, അപ്പന്റെ അമ്മയുടെ അനുഗ്രഹം, ഇതെല്ലാം വാങ്ങിച്ചോണ്ടാ എവിടോട്ട് വന്നേ? ചിലര് പോകുന്നതും അറിയത്തില്ല. അങ്ങനെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. വന്നൊരാഴ്ച കഴിയുമ്പോഴാണ് അറിയുന്നത് അച്ചായൻ ഗൾഫിൽ നിന്ന്. പാസ്റ്റർ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ ദുബൈയിൽ അച്ചാനെ അനുഗ്രഹിക്കണമെന്ന്. പക്ഷേ അച്ചാൻ വന്നിട്ട് ഒരാഴ്ച. സ്തോത്രം, സ്തോത്രം. വഴി തുറക്കാനായിട്ട് എപ്പോഴും വന്ന് പറയുന്നു, പ്രാർത്ഥിക്കുക, അല്ലയോ? സ്തോത്രം, സ്തോത്രം പറ. നമ്മുടെ കാര്യമല്ലല്ലോ പറയുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിച്ചു, അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചു. അങ്ങനെയാണ് എവിടെ പോയത്? അവനെ ദൈവം ഇരട്ടി ശക്തിയായിട്ടല്ലേ നിറയ്ക്കത്തുള്ളൂ. അടുക്കും ചിട്ടയോടെ അവൻ കയറി വന്നേ. കൊടുക്കേണ്ടവർക്കൊക്കെ ബഹുമാനം കൊടുത്തു. അപ്പനും അമ്മനിക്കും ബഹുമാനം കൊടുത്തു. ദൈവദാസന്മാർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തു. ആമി പ്രിയപ്പെട്ടവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തു. കടപ്പാട് നിറവേറ്റേണ്ടതെല്ലാം കടപ്പാട് എന്ത് ചെയ്തു? അങ്ങനെയുള്ളവരെ ദൈവം മാനിക്കും. ഇന്ന് രാവിലെ തലകടമടക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ബാക്കി ഭാഗം നമുക്ക് പിന്നീട് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇരട്ടി ശക്തി പ്രാപിക്കണമെങ്കിൽ വില കൊടുക്കണം. 12 കാളയെ അവൻ വിട്ടു. സ്തോത്രം. നല്ല ജോലി അവൻ ഉപേക്ഷിച്ചു. ഭവനത്തിൽ ചെന്നു, കാളയുടെ മരക്കോപ്പ് വെട്ടിക്കീറി. ഇനിയും മേലാൽ ഈ പണിക്കില്ല. ഒരു സൈഡ് ബിസിനസ്സും അവനില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാം കളഞ്ഞു, എല്ലാം കളഞ്ഞു, എല്ലാം കളഞ്ഞു. രാവിലെ ദൈവത്തിൻ്റെ പൈതലെ, അവനെ ദൈവം ഇരട്ടി ശക്തിയോടെ കൊണ്ടുവരും. ഇന്ന് രാവിലെ ഒരു ഇരട്ടി ശക്തി പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം എന്നുള്ള വാക്കുകളോടെ ഇന്ന് രാവിലെ ഞാൻ ഇരിക്കുന്നു. ഈ വചനങ്ങളാണ് ദൈവജനമേ, നമ്മുടെ കണ്ണുകൾ നമുക്ക് ദൈവം സണ്ടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉപവാസത്തിൻ്റെ 17ാമത് പകൽക്കാല ദിവസമല്ലായിരിക്കാൻ കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കുവാൻ, സർവശക്തനാധിപത്തെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ കർത്താവ് നല്ല നല്ല സാവകാശങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. കർത്താവ് തന്റെ ദാസനെ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യ അയച്ച് ശരീരത്തിൽ ബലഹീനത ഉണ്ടെങ്കിൽ കർത്താവ് ബലം നൽകി, കൃപ നൽകി ഇന്ന് പകൽക്കാല ശുശ്രൂഷയ്ക്ക് അധികാരപ്പെടുത്തിയല്ലോ. പരിശുദ്ധ ആത്മാവ് വചനത്തിൻ്റെ ഏടുകളിൽ നിന്ന് വെളിപ്പാടായി ഇടപെട്ട എല്ലാ ദൈവശബ്ദങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നാം ഏത് തലത്തിൽ ഒതുങ്ങിപ്പോയാലും നമ്മുടെ മേലൊരു ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ അകത്തളങ്ങളിൽ നിന്ന് പുറത്തിറക്കി ആത്മബലത്തോടെ ശക്തിയോടെ നമ്മെ ഓടിക്കുന്നൊരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. നിന്റെ വിചാരമല്ല എൻ്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മുതൽ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വിചാരങ്ങൾ നിന്റെ വിചാരങ്ങളും എൻ്റെ വഴികൾ നിന്റെ വഴിയിൽ ഉയർന്നിരിക്കുന്ന വന്ന പ്രകാരം സർവശക്തൻ്റെ വിചാരങ്ങൾക്കൊത്തവണ്ണം മുന്നോട്ടോടുവാൻ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഏലീശ ആത്മശക്തിയുടെ ഇരട്ടി പങ്ക് പ്രാപിച്ചത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിച്ചല്ലോ. ഒരു ദിവസം കൊണ്ടോ ഒരു നിമിഷം കൊണ്ടോ പ്രാപിച്ചതല്ല. ഹല്ലേലൂയ. അവൻ വന്ന തലങ്ങളെല്ലാം
അടുക്കും ചിട്ടയോടെ പ്രമാണത്തിനൊത്തവണ്ണം ആത്മാവിൽ അവൻ ചലിക്കാൻ തയ്യാറായപ്പോ സർവശക്തന്റെ സമയത്ത് അവനെ ആത്മതലത്തിൽ ഇരട്ടിപ്പങ്കോടെ പുറത്തിറക്കിയതുപോലെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 17ാമത് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നാം ഒരു ദൈവശക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാ, ദൈവീയ വിടുതലുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാ. നമുക്ക് ഇന്നലകളെ നമുക്ക് തിരിച്ചു നോക്കാം. അല്ലെങ്കിൽ കർത്താവ് ശമരിയാക്കാരത്തെ സ്ത്രീയോട് പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലെങ്കിൽ നിന്നോട് ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിയുകയും നീ അവനോട് ചോദിക്കുകയും ചെയ്താൽ അവൻ നിത്യജീവന്റെ ഉറവയിൽ നിന്ന് കുടിക്കാൻ നിനക്ക് തരും. അല്ലെങ്കിൽ പല മറുപടികൾ അവൾ പറയുന്ന അവസാനം കർത്താവ് പറഞ്ഞത്, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വാ. അവൾ പറഞ്ഞ, എനിക്ക് ഭർത്താവില്ല. കർത്താവ് പറഞ്ഞത്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞ്. അല്ലെ കർത്താവ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അല്ലെ കുടുംബജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ, വ്യക്തിപരമായ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ, ഹല്ലേലൂയ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ എവിടെങ്കിലുമൊക്കെ നമുക്ക് തകർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പണിയാൻ തയ്യാറായെങ്കിൽ ദൈവാത്മാവിന്റെ പകർച്ച വെളിപ്പെടത്തുള്ളൂ. മനസ്സിലായി ഒരു നല്ല സ്തോത്രം പറഞ്ഞു. ഇതില് ഇന്ന് പകൽക്കാലം വചനത്താൽ കർത്താവ് നമ്മെ ശാസിച്ചല്ലോ, അതോർത്ത് സ്തോത്രം പറ. ഹല്ലേലൂയ. വചനത്തിന്റെ വെളിപ്പാടുകൾ കൂടെ ദൈവാത്മാവിന്റെ വട്ട ദൂതുകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പിന്നെ നമുക്ക് നമ്മെ തന്നെ ദൈവകാര്യങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവത്തിന്റെ ആത്മാവ് തന്റെ ഭക്തനെ ബലപ്പെടുത്തിയല്ലോ, ഏറിയ സൗഖ്യ ശരീരത്തിന് കൽപ്പിക്കണം, ബലം കൽപ്പിക്കണനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വൈകിട്ടത്തെ മീറ്റിങ്ങിന് ശുശ്രൂഷിപ്പാൻ കർത്താവ് ബലപ്പെടുത്തുവാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ദൈവസല്ലായ ദൈവദാസന്മാരെ ദൈവജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. പൂർണ്ണമായി ഭാഗ്യമായി ഉപസിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നാം എല്ലാവരും ആത്മാവി സ്തോത്രത്തോടെ ദൈവസല്ലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ടി സാർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കുമല്ലോ. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് പൽക്കാലം ആമേൻ ഹല്ലേലൂയ. കർത്താവ് അങ്ങയുടെ ദാസനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച ശക്തമായ ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കേട്ട് ആമേൻ ഹല്ലേലൂയ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആമേൻ അനുസരിച്ച് അനുഗ്രഹം പ്രാപിപ്പാനുള്ള സമർപ്പണവും താഴ്മയും ഞങ്ങൾക്ക് എല്ലാവർക്കും പകർന്നു തരേണ്ടതിന് സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. വരും കാലങ്ങളിൽ അനേകത്തിൽ വലിച്ചെടുക്കുവാനും ക്രിസ്തുവിൽ തികഞ്ഞ രൂപാന്തരപ്പെടുത്തുവാനും ശക്തിയോടെ വീണ്ടും ഉപയോഗിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. കേട്ടതിൽ ആമേൻ ഹല്ലേലൂയ ഒന്നും മറന്നു പോകാതിരിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യേണ്ടതിനും ഏൽപ്പിക്കുന്നു. സകല മഹത്വം ഞങ്ങൾ തിരുമേനിക്ക് അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പ്രിയ പിതാവേ.